ഹലോ, എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം എന്ന 7ാമത്തെ പാഠഭാഗമാണ്. ഇതിൽ നമ്മൾ രക്തപര്യനം എന്നത് പാർട്ട് 1 നമ്മൾ പഠിച്ചു. ഇതിപ്പം പാർട്ട് 2 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ വിസർജനം, നാഡീയ ഏകോപനം എന്ന കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഈ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ എന്ത് പഠിച്ചു? ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പാഠങ്ങളിൽ ദഹനം, രക്തപര്യനം, ശ്വസനം എന്നീ ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചില്ലേ? എന്നീ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാഠത്തിൽ ഈ ഭാഗം തൊട്ട് എന്താണ് പഠിക്കാനുള്ളത്? വിസർജന വ്യവസ്ഥ, എക്സ്ക്രീറ്ററി സിസ്റ്റം, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പാഠത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് ചോദ്യങ്ങളൊക്കെ കാണാം അല്ലേ? 2-3 ചോദ്യങ്ങൾ കാണാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ശ്വസനഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? പിന്നെന്താ ചോദിക്കുന്നത്? ഇത് പുറന്തള്ളുന്ന അവയവം ഏതാണ്? പിന്നെയുള്ളത് മറ്റെന്തെല്ലാം വിസർജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? അപ്പോൾ നമുക്ക് ഇത് 3ൻ്റെ അല്ലേ ഉത്തരം നമുക്ക് കണ്ടെത്തണം. അപ്പോൾ എന്തൊക്കെയായിരിക്കും? ശ്വസനഫലമായി നമ്മൾ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് വിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ ഇത് പുറന്തള്ളുന്ന അവയവം ഏതാണ്? ശ്വാസകോശം അല്ലേ? ഇതാണ് ശ്വാസകോശമാണ് ഇത് പുറത്തേക്ക് വിടുന്നത്. പിന്നെ മറ്റെന്തെല്ലാം വിസർജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്? എന്തൊക്കെയുണ്ട്? അധിക ജലമുണ്ട്, ലവണങ്ങളുണ്ട്, യൂറിയ ഉണ്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അധികം വരുന്ന വസ്തുക്കളാണ്. പിന്നെ അവയെ പുറന്തള്ളാൻ ഏതൊക്കെ സംവിധാനങ്ങളാണുള്ളത്? അപ്പം ഈ കാര്യങ്ങൾ ഈ പാഠത്തിൽ വിസർജന വ്യവസ്ഥയിൽ നമ്മൾ പറയുന്നത് അതാണ്. ഈ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ചെറിയൊരു കുറിപ്പൊന്ന് എഴുതി നോക്കാം. ചെറിയൊരു കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയായിരിക്കും അതെന്ന്. ശരീരത്തിലെ വിസർജനാവയവങ്ങളാണ് ഇവയെ പുറന്തള്ളാൻ സഹായിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജനാവയവങ്ങളാണ് വൃക്ക, ത്വക്ക്, ശ്വാസകോശം, കരൾ എന്നിവ. അധിക ജലം, ലവണങ്ങൾ, യൂറിയ പോലുള്ള മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നതിനായി വൃക്കകൾ രക്തം അരിക്കുന്നു, ഫിൽട്ടർ ചെയ്യുന്നു. അതിനുശേഷം ഈ മാലിന്യങ്ങളെ മൂത്രത്തിൻ്റെ രൂപത്തിൽ പുറന്തള്ളുന്നു. വൃക്ക പോലെ മറ്റ് അവയവങ്ങളും അതിൻ്റേതായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. അപ്പം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പഠിക്കാം കേട്ടോ. അപ്പം വിസർജനം എന്നുള്ളതാണ് എന്താണെന്നത്? ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. വൃക്കകൾ, കിഡ്നി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകൾ. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ മറ്റ് വിസർജനാവയവങ്ങളുണ്ടെങ്കിലും വൃക്കയുടെ പ്രധാനം വലുതാണ്. വൃക്ക ഒരു വലിയ വിസർജനാവയവമാണ്. ഇവ നമ്മുടെ ശരീരത്തിൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്? അരിപ്പകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വൃക്കയുടെ ആകൃതി എന്താണ്? ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് വൃക്കയുടെ ആകൃതി? വൃക്കയ്ക്ക് പയർവിത്തിൻ്റെ ആകൃതിയാണ്. നിങ്ങളിവിടെ ചിത്രം കാണുന്നില്ലേ? പയർവിത്ത് പോലെ 2 ഭാഗത്തും കാണുന്നില്ലേ? അതാണ് വൃക്ക. ഇതേ ആകൃതിയിലുള്ള ഒരു ബീൻസ്, കിഡ്നി ബീൻസ് എന്ന് പേരുള്ള ഒരു പയർവർഗ്ഗം നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഒരു മെറൂൺ കളറിലാണത്. നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാകേണ്ട ഇതേ ഷേപ്പ് തന്നെയാണ് ആ പയർവർഗ്ഗവും കാണാൻ. വൃക്കയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്ക്രീനിൽ കാണാൻ പറ്റും. അത് തന്നിട്ടുണ്ട്. അപ്പം അതും ഈ ചിത്രവും നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതണം. അത് നമ്മൾ ചർച്ച ചെയ്ത് എഴുതിയിട്ട് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. ഈ ചിത്രത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? വൃക്കധമനിയുണ്ട്, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വൃക്കധമനിയുണ്ട്, വൃക്കസിരയുണ്ട്, പിന്നെ വൃക്ക ഏതാ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ മൂത്രവാഹിയുണ്ട്, അതിനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയുള്ളത് മൂത്രാശയം, ലാസ്റ്റ് കാണുന്നതാണ് മൂത്രാശയം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വൃക്കയും അരിക്കലും. പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കധമനിയാണ്. വൃക്കധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു.
ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വൃക്കയുടെ ചിത്രം കണ്ടു, വൃക്കയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ചർച്ചയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ തന്ന ചർച്ചാ സൂചകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയുണ്ട്? വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ്? വൃക്കധമനി. വൃക്കയിൽ നിന്നും രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? വൃക്കസിര. പിന്നെന്താ? വൃക്കധമനി, വൃക്കസിര എന്നീ രക്തക്കുഴലുകളിലെ രക്തത്തിന് എന്ത് വ്യത്യാസമാണുള്ളത്? വ്യത്യാസമുണ്ട് അല്ലേ. വൃക്കധമനിയിലുള്ള രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ വൃക്കസിരയിലുള്ള രക്തത്തിൽ ഇത് താരതമ്യേന കുറവായിരിക്കും. കാരണം എന്താണ്? അരിക്കലിന് ശേഷമുള്ള രക്തമാണ് വൃക്കസിരയിലുള്ളത്. പിന്നെ എന്താണുള്ളത്? വൃക്കയിൽ നിന്നും മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ്? മൂത്രവാഹി അല്ലേ. പിന്നെ വിസർജന വ്യവസ്ഥയിലെ ഏത് ഭാഗത്താണ് മൂത്രം ശേഖരിക്കപ്പെടുന്നത്? മൂത്രാശയത്തിൽ. നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമുക്കൊരു കുറിപ്പ് എഴുതണം. നിങ്ങളെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. അതെന്താ നമുക്കൊന്ന് നോക്കാം. എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി ഓരോ വൃക്ക വീതമാണ് മനുഷ്യനുള്ളത്. ഇത് ഒരു അരിപ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് പയർവിത്തിന്റെ ആകൃതിയും ഒരു മുഷ്ടിയോളം വലിപ്പവും ഉണ്ട്. വൃക്കധമനി വഴി വൃക്കയിലേക്ക് എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. ഇവ അരിച്ചു മാറ്റിയതിനു ശേഷമുള്ള രക്തം വൃക്കസിര വഴി തിരിച്ചു പോകുന്നു. ഇത്തരത്തിൽ അരിച്ചെടുത്ത മാലിന്യങ്ങൾ മൂത്രവാഹി വഴി മൂത്രാശയത്തിൽ എത്തുകയും അവിടെ നിന്ന് പിന്നീട് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ശരീരത്തിൽ ശരിയായ അളവിൽ ജലവും ലവണങ്ങളും നിലനിർത്താൻ ഇവ സഹായിക്കുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രമുണ്ട്. ചിത്രത്തിൽ ഡോക്ടറും ഒരു കുട്ടിയും ഉള്ള സംഭാഷണമാണുള്ളത്. അത് നമുക്ക് എന്താണെന്ന് വായിച്ചു നോക്കാം. ഡോക്ടറോട് ചോദിക്കുകയാണ് കുട്ടി. ഡോക്ടർ, മൂത്രമൊഴിക്കുമ്പോൾ എനിക്ക് പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നു. കൂടാതെ അടിവയറ്റിലും വേദനയുണ്ട്. അപ്പം ഡോക്ടർ ചോദിക്കുകയാണ്, ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ലേ? ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാറില്ലേ? ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പം കുട്ടി പറയാണ്, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കേണ്ടി വരുമെന്നതിനാൽ ഞാൻ സ്കൂളിൽ പോയാൽ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ. വീട്ടിൽ തിരിച്ചെത്തിയ മൂത്രമൊഴിക്കുകയുള്ളൂ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രവാഹിനിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ അണുബാധയുണ്ടാകും. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് വെള്ളമൊക്കെ എല്ലാവരും കുടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും യഥാസമയം മൂത്രമൊക്കെ ഒഴിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് എന്താ ഒരു അഭിമുഖം നടത്തിയിട്ട് നമുക്ക് ആ കാര്യം ഒക്കെ ഒന്ന് എഴുതണം അല്ലേ. ശാസ്ത്രപുസ്തകത്തിൽ എഴുതണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡോക്ടറോട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് നിർജ്ജലീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ആരോഗ്യത്തെ പൊതുവായി എങ്ങനെ ബാധിക്കും? ഇത് മൂത്രനാളികളിൽ അണുബാധ ഉണ്ടാക്കുമോ? പതിവായി ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നാൽ വൃക്കയിൽ കല്ലിന് കാരണമാകുമോ? തുടർച്ചയായി ഉള്ള ശരീരത്തിലെ വെള്ളത്തിൻ്റെ കുറവ് ഏതെങ്കിലും അവസരത്തിൽ പെട്ടെന്ന് ബോധക്കേടിന് കാരണമാകുമോ? നിർജ്ജലീകരണവും രക്തത്തിൻ്റെ അളവും രക്തത്തിൻ്റെ മർദ്ദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അമിത ക്ഷീണത്തിന് കാരണമാകുമോ? തലവേദന പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമോ? ശരീരത്തിലെ ജലാംശത്തിൻ്റെ കുറവും തൊലിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിച്ചു നോക്കാം അല്ലേ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്തിൻ്റെ ചിത്രമാണത്? വൃക്കയുടെ ചിത്രമാണത് അല്ലേ. വൃക്ക എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വൃക്ക പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണേ. ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കണേ. അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കണേ. ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണേ. പിന്നെന്താ പറയുന്നത്? കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കണേ. ദിവസവും വ്യായാമം ചെയ്യണേ. നിങ്ങൾ ചെയ്യാറുണ്ടോ? വ്യായാമം ചെയ്യാറുണ്ടോ ദിവസവും? ദിവസവും വ്യായാമം ചെയ്യണമെന്നാണ് വൃക്ക പറയുന്നത്. പിന്നെന്താണ്? അനാവശ്യമായിട്ടുള്ള വെള്ളങ്ങളൊക്കെ മധുരപാനീയങ്ങളൊക്കെ പുറത്തുനിന്ന് കിട്ടില്ലേ, അതൊന്നും കഴിക്കരുത്. പിന്നെ അനാവശ്യമായിട്ട് മരുന്ന് കുടിക്കരുത്. പിന്നെ പുകവലിയും മദ്യപാനമൊക്കെ ഉപേക്ഷിക്കണം. വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നവർ, അതൊക്കെ ഉപേക്ഷിക്കണം. പിന്നെ ഭക്ഷണത്തിലൊന്നും ഉപ്പ് കൂട്ടി ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താവും? അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ
വൃക്ക നന്നായിട്ടിരിക്കും അല്ലേ. ഇപ്പം ഇവിടെ കാണുന്നില്ലേ, വൃക്ക ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ, നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതിനെ നമ്മളായിട്ട് സങ്കടപ്പെടുത്തരുത് അല്ലേ, കരയിക്കരുത്, അതാണ് പറയുന്നത്. വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലാണ് വൃക്ക ആരോഗ്യത്തോടൊക്കെ ഇരിക്കുള്ളൂ അല്ലേ. അപ്പോൾ എന്തൊക്കെ നോക്കാം? ദിവസവും വ്യായാമം ചെയ്യുക. മുതിർന്നവർ അരമണിക്കൂർ വീതം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യണം. കുട്ടികൾക്ക് ഇതിൽ കൂടുതൽ വ്യായാമം ആവശ്യമാണ്. പിന്നെ ഉപ്പിൻ്റെ അമിത ഉപയോഗം ഒഴിവാക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക. അനാവശ്യമായി വേദന സംഹാരി പോലുള്ള മരുന്നുകൾ കഴിക്കാതിരിക്കുക. ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളം കുടിക്കുക. കൂടുതൽ വിയർക്കുന്ന അവസരത്തിൽ വെള്ളം അല്പം കൂടുതൽ കുടിക്കാൻ ശ്രദ്ധിക്കണം. മുതിർന്നവരിൽ കാണുന്ന പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. കൃത്രിമ പാനീയങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. നിറം ചേർത്തതും അമിത മധുരവുമുള്ള പാനീയങ്ങൾ കഴിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? എന്തൊക്കെയാണുള്ളത്? ഒന്ന്, ഡയാലിസിസ് ഉണ്ട്. പിന്നെ വേറെന്താണ്? വൃക്ക മാറ്റിവെക്കൽ. ഇത് രണ്ടും എന്താണ്? വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന മാർഗങ്ങളാണ്. പിന്നെ വൃക്ക മാറ്റിവെക്കൽ എന്താണെന്ന് നമുക്ക് നോക്കാം. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അതെന്താണ്? ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്കയെടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ചു പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാകൂ. അപ്പം വൃക്ക മാറ്റിവെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് വിചാരിച്ച പോലെയൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നുവെച്ചാൽ വൃക്ക വാങ്ങുന്ന ആളും വൃക്ക കൊടുക്കുന്ന ആളുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് പരിശോധനകളൊക്കെ ഉണ്ട്. പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഓക്കെ ആയാൽ മാത്രമാണ് വൃക്ക മാറ്റിവെക്കൽ നടക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു വിസർജനാവയവമാണ് വൃക്ക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പം അതിൻ്റെ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കി. അപ്പം മറ്റ് ശരീരത്തിലെ മറ്റ് വിസർജനാവയവങ്ങൾ എന്തൊക്കെയുണ്ട് അതിനെപ്പറ്റി നമുക്ക് നോക്കാം. വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് ഉണ്ടാകുന്നുണ്ടല്ലോ. എങ്ങനെയാണത് പുറത്തു പോകുന്നത്? ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് വിയർപ്പ് പുറത്തു പോകുന്നത്. അപ്പം ഇവിടെ ത്വക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, മക്കൾക്ക് അറിയാലോ, തൊലിയാണ്, സ്കിന്ന്. അപ്പം അതിലൂടെ ആണ് വിയർപ്പ് പുറത്തു പോകുന്നത്. അതിലെ സുഷിരങ്ങളിലൂടെയാണ് വിയർപ്പ് പുറത്തു പോകുന്നത്. അപ്പോൾ ഇവിടെ ത്വക്കും ഒരു വിസർജനാവയവമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ എന്തെല്ലാം പുറത്തു പോകുന്നുണ്ട്? ജലങ്ങളും പോകുന്നുണ്ട്, ലവണങ്ങളും പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു കുറിപ്പ് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വിശകലനം ചെയ്തിട്ട് ത്വക്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതണം. അപ്പോൾ ഇവിടെ കുറിപ്പ് തന്നിട്ടുണ്ടല്ലോ, നമുക്കതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. വിയർപ്പ് എന്താണ്? ത്വക്കിലെ ശ്വേതഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവയും ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. അപ്പം ഈ വിയർപ്പിനെ പറ്റി പറഞ്ഞു. പിന്നെ ത്വക്കിൻ്റെ കുറച്ച് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് ശ്വേതഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങൾ ഉണ്ടാകും. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ വ്യക്തി ശുചിത്വത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് ത്വക്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ത്വക്കിലെ ശ്വേതഗ്രന്ഥികൾ വിയർപ്പുണ്ടാക്കുന്നത് വഴി ഒരു വിസർജന അവയവമായി പ്രവർത്തിക്കുന്നു. സ്പർശം, ഊഷ്മാവ് എന്നിവ തിരിച്ചറിയുന്ന സംവേദന അവയവമാണ് ത്വക്ക്. ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ശരീരത്തിലെ ജലനഷ്ടം നിയന്ത്രിക്കുന്നു. അൾട്രാവയലറ്റ് വികിരണത്തിൻ്റെ ദോഷകരമായ ഫലങ്ങൾ കുറയ്ക്കുന്നു. വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു. വൃക്കയും ത്വക്കും എങ്ങനെയാണ് വിസർജന പ്രക്രിയയിൽ പങ്കാളികളാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ശ്വാസകോശവും കരളും വിസർജന പ്രക്രിയയിൽ പങ്കാളികളാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് മുന്നോട്ട് പഠിക്കാം. ഇവിടെ 2 ചിത്രം കാണുന്നില്ലേ? ഒന്ന് ശ്വാസകോശത്തിൻ്റെതും ഒന്ന് കരളിൻ്റെതും, ലങ്സും ലിവറും. അപ്പം എന്താണ് ശ്വാസകോശവും കരളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ അല്ലേ ഒരു കുറിപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ആ കുറിപ്പ് നൽകിയിരിക്കുന്ന സൂചകങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ കുട്ടികളുമായിട്ട് നിങ്ങളെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങളത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. അപ്പോൾ ഇവിടെ തന്ന കുറിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം.
കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. അതാരാണ്? ലങ്സ് അല്ലേ. ലങ്സിനെ പറ്റിയുള്ള കുറിപ്പാണ് തന്നത്. പിന്നെ അടുത്ത എന്താണ്? കരളിനെ പറ്റി എന്താണ് പറയുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നു. പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും കരളാണ്. അപ്പോൾ നിങ്ങൾ കുറിപ്പ് കണ്ടല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശാസ്ത്രപുസ്തകത്തിൽ എഴുതണം. മക്കൾ എഴുതി നോക്കുക, നമുക്കതൊന്ന് എഴുതാം. അപ്പോൾ നമുക്കിനി ചർച്ചാ സൂചകങ്ങളിലേക്ക് പോകാം. ഇവിടെ നോക്കാം എന്തൊക്കെയാണെന്നുള്ളതെന്ന്. കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന അവയവം ഏത്? ശ്വാസകോശം അല്ലേ. ശ്വാസകോശമാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം ഏത്? പിത്തരസം. കരളിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? അത് നമുക്ക് ഒന്ന് നോക്കാം. കരൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. രക്തത്തിലൂടെ വരുന്ന ഹാനികരമായ വസ്തുക്കളെ കരൾ നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നതും കരളാണ്. മാത്രവുമല്ല, പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായി ഉണ്ടാകുന്ന അമോണിയ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും ഈ അവയവമാണ്. അങ്ങനെ രക്തത്തിലെ മിക്ക രാസപദാർത്ഥങ്ങളുടെയും സന്തുലിതാവസ്ഥ നിലനിർത്താനും അനാവശ്യമായവ പുറന്തള്ളാനും കരൾ സഹായിക്കുന്നു. അപ്പം കരൾ നമുക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പം കോശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുക വഴി ശ്വാസകോശം ഇവിടെ ഒരു വിസർജനാവയവമായി പ്രവർത്തിക്കുന്നു. സസ്യങ്ങളും ജീവനുള്ളവയാണല്ലോ. അവയിലും വിസർജനം നടക്കുന്നുണ്ട്. സസ്യങ്ങളിലെ വിസർജന രീതികളെപ്പറ്റി നമുക്ക് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അത് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കേ. അടുത്തെന്താണ്? നാഡീ വ്യവസ്ഥ, നെർവസ് സിസ്റ്റം. നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ടല്ലോ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രമാണോ പ്രവർത്തിക്കുന്നത്? അല്ലേ. കയ്യിൽ നിന്ന് ഒരു പേന താഴെ വീണെന്ന് വിചാരിക്കൂ. അതെടുക്കുമ്പോൾ ഏതെല്ലാം അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? കൈ മാത്രമാണോ പ്രവർത്തിക്കുന്നത്? നമുക്ക് നോക്കാം അല്ലേ. നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മുടെ കൈ, തലച്ചോറ്, നാഡികൾ, ശരീരപേശികൾ, ഇങ്ങനെ പല അവയവങ്ങളും ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നു. കയ്യിൽ നിന്ന് ഒരു പേന താഴെ വീഴുമ്പോൾ അത് എടുക്കാനുള്ള ചിന്ത നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ നിർദ്ദേശം സന്ദേശങ്ങളായി നാഡികളിലൂടെ കൈകളിലെ പേശികളിൽ എത്തുകയും കൈകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ താഴെ ഒരു പേന വീഴുമ്പോൾ നമ്മൾ കൈ കൊണ്ടെടുക്കുന്നു അല്ലേ. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമ്മുടെ കൈ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ വെറും കൈ മാത്രമല്ല, തലച്ചോറും നാഡികളും ശരീരപേശികളൊക്കെ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പല അവയവങ്ങളും ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇവിടെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണല്ലോ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതെ. പിന്നെന്താണുള്ളത്? നിങ്ങളുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പറന്നു വന്നാൽ പെട്ടെന്ന് കണ്ണടക്കില്ലേ? കണ്ണിന് നേർക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചാലോ? ഇത് 2 ചെയ്യുമ്പോൾ നമ്മളോട് പെട്ടെന്ന് കണ്ണങ്ങ് ചുമ്മിപ്പോല്ലേ. ഇത്തരം സന്ദർഭങ്ങളോട് പ്രതികരിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? അപ്പം ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് മുന്നോട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിച്ച് എഴുതാം. നാഡീ വ്യവസ്ഥ. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീ വ്യവസ്ഥ. അപ്പോൾ എന്തൊക്കെയാണ് നാഡീ വ്യവസ്ഥയിൽപ്പെട്ട്? എന്തൊക്കെയാണ്? മസ്തിഷ്കമുണ്ട്, സുഷുമ്നയുണ്ട്, പിന്നെ മറ്റു നാഡികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് നാഡീ വ്യവസ്ഥ. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് എന്ത്? മസ്തിഷ്കം. മസ്തിഷ്കമാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെയെല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പിന്നിലാണ്. അപ്പം കമ്പ്യൂട്ടർ ഇപ്പോൾ എല്ലായിടത്തും വളർന്ന് ഇതായി നിൽക്കുന്ന ഒരു സംഭവമാണ് അല്ലേ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലും മനുഷ്യ മസ്തിഷ്കത്തിന് പിന്നിലാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനാകട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും
കഴിയും. അപ്പം വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞതല്ലേ, സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ മസ്തിഷ്കത്തിന് കഴിയും. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇതൊക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. അപ്പം നാഡീവ്യവസ്ഥയെ പറ്റി മനസ്സിലായല്ലോ. അപ്പം നേരത്തെ 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് അതിലേക്ക് വരാം. നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയിലെ മസ്തിഷ്കമാണ് ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. എല്ലാ അവയവങ്ങളുടെയും നിയന്ത്രണം മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. അത് മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരുന്നു? നിങ്ങളുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പറന്നു വന്നാൽ പെട്ടെന്ന് കണ്ണടയ്ക്കില്ലേ? നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലേ. കണ്ണിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് നമ്മൾ കണ്ണടച്ചു പോകും. കണ്ണിന് നേർക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചാലോ? അന്നേരവും ചെയ്തു പോലെ. ഇത്തരം സന്ദർഭങ്ങളോട് പ്രതികരിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? നമ്മുടെ നാഡീവ്യവസ്ഥയാണ് ഇതിന് സഹായിക്കുന്നത്. നമ്മുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പറന്നു വരുമ്പോൾ കണ്ണ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുകയും പിന്നീട് നാഡീവ്യവസ്ഥയിലെ മസ്തിഷ്കം ഈ വിവരത്തെ പ്രോസസ്സ് ചെയ്ത് ഒരു പ്രത്യേക പ്രതികരണം ഉണ്ടാക്കുന്നു. ഈ പ്രതികരണത്തിൻ്റെ ഫലമായി കണ്ണിൻ്റെ പേശികൾക്ക് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ കണ്ണിൻ്റെ പേശികൾ ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കുന്നത്. നമ്മൾ ഇവിടെ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇത് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ശരീരത്തിലെ വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നതും ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് മസ്തിഷ്കമാണ്. ശ്വസനം, ഹൃദയസ്പന്ദനം, ദഹനം എന്നിങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മസ്തിഷ്കമാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിന് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വിവേകബുദ്ധിയോടെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുന്ന അവസരത്തിലും മസ്തിഷ്കം പ്രവർത്തനനിരതമാണ്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കവചത്തിൻ്റെ പേരെന്ത്? തലയോട്ടി അല്ലേ? തലയോട്ടിയിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? മസ്തിഷ്കമുണ്ട്. മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ തലച്ചോറ് എന്നും പറയേ. സുഷുമ്നയുണ്ട്, പിന്നെ നാഡികളുമുണ്ട്. ഇതൊക്കെ നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ്. കൗമാരവും ആരോഗ്യവും. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കൗമാരകാലത്തിലൂടെയാണിപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങൾ ശൈശവ, ബാല്യ അങ്ങനത്തെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളെന്താണ്? കൗമാരകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം. ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള കാലമാണിത്. സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നു. തലച്ചോറിൻ്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. കൗമാരകാലത്ത് ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്, പെൺകുട്ടികൾക്കും ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികൾക്ക് എന്താണ്? വളർച്ച ത്വരിതപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും വളർച്ച ത്വരിതപ്പെടുന്നു. വളർച്ച ത്വരിതപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വളർച്ച വേഗത്തിലാകുന്നു, പെട്ടെന്ന് വളരുന്നു. പിന്നെ ആൺകുട്ടികൾക്ക് പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ പ്രത്യുൽപാദന അവയവങ്ങൾ, സ്തനം എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു. പിന്നെ ആൺകുട്ടികൾക്ക് ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാറിടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു. പെൺകുട്ടികൾക്കും ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു. പിന്നെ ആൺകുട്ടികൾ ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്കാണെങ്കിൽ ശബ്ദ സൗകുമാര്യം കൂടുന്നു. പിന്നെ ആൺകുട്ടികൾക്ക് ബീജോൽപാദനം ആരംഭിക്കുന്നു. പെൺകുട്ടികൾക്കാണെങ്കിൽ അണ്ടോത്സർജനം തുടങ്ങുന്നു. എന്ന് വെച്ചാൽ ആർത്തവം ആരംഭിക്കുന്നുണ്ട്. അപ്പം ഇത്തരം മാറ്റങ്ങൾ നിങ്ങൾക്കും ഇപ്പം അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ വയസ്സ് അതാണ്. അപ്പം ആർത്തവം, മെൻസ്ട്രേഷൻ. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിൻ്റെ ആന്തരപാളിയിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. അപ്പോൾ
പുതുതായി രൂപപ്പെട്ട രക്തലോമികകളും പൊട്ടും. രക്തലോമികകളും മറ്റു കലകളും ഗർഭാശയഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് ആർത്തവം. ഇത് 7 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ആർത്തവത്തിനു മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയർ വേദന, ഛർദി, നടുവ് വേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് അമിത ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടായേക്കാം. ആർത്തവം ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായേക്കാം. ആർത്തവം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഇത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ആർത്തവത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പം ഇനി നമ്മൾ പറയുന്നത് ആർത്തവ ശുചിത്വത്തെ പറ്റിയാണ്. അപ്പോൾ ആർത്തവ കാലത്ത് ഉണ്ടാകുന്ന രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? സാനിറ്ററി നാപ്കിൻ, മെൻസ്ട്രൽ കപ്പ്, തുണികൾ, ഇതൊക്കെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ആർത്തവകാലത്ത് സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകളും അസൗകര്യങ്ങളും എന്തൊക്കെയാണ്? അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്, അതിനുവേണ്ടി ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപയോഗിക്കാൻ എളുപ്പമാണ്, പിന്നെ വളരെ നല്ല രീതിയിൽ ആഗിരണം ചെയ്യപ്പെടുന്നതിനാൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നില്ല. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളും വരില്ല. അപ്പം ഇതിൻ്റെ അസൗകര്യങ്ങൾ ഇതിന് കുറച്ചുണ്ട്. അപ്പം എന്തൊക്കെയാണ്? നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ദീർഘനേരത്തെ ഉപയോഗം വായുപ്രവാഹം കുറയ്ക്കുന്നു. ഇത് ചിലപ്പോൾ ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. പിന്നെയുള്ളത് ചിരലിൽ ചർമ്മത്തിൽ അലർജിക്ക് കാരണമാവുന്നു. ഇത്തരം നാപ്കിനുകളൊക്കെ ഉപയോഗിക്കുന്നത് അലർജി ഉണ്ടാക്കുന്നുണ്ട്. മെൻസ്ട്രൽ കപ്പ്. ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ മെൻസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ ലഭ്യമാണെന്ന് അറിയാമല്ലോ. ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ച് മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗരീതി, കൗമാരകാലത്തെ ശുചിത്വം എന്നിവയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ കുറിക്കുക. എന്തൊക്കെ മേന്മകളുണ്ട്? മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അസ്വസ്ഥതകൾ കുറവാണ്. ഇത് ഒരിക്കൽ ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഒരിക്കൽ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട ആവശ്യമില്ലാത്തതിനാൽ മാലിന്യം കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദവും ആണ്. ഇത് മറ്റു മാർഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമയം ധരിക്കാൻ കഴിയും. വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നതിനാൽ ചിലവും കുറവാണ്. അപ്പം ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണുള്ളത്? മെൻസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പോ വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം. സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിൻ്റെ ഭാഗമായി അവ 4-5 മണിക്കൂറിനുള്ളിൽ മാറ്റാൻ ശ്രദ്ധിക്കുകയും വേണം. കൗമാരകാലത്തെ ഭക്ഷണം. കൗമാരകാലത്ത് എങ്ങനെയുള്ള ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത്? താഴെ കൊടുത്തുന്ന സൂചകങ്ങളെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക. അപ്പം താഴെ കുറച്ച് സൂചകങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു ചെറിയ ചർച്ച ചെയ്യണം. കൗമാരകാലത്ത് ശരീര വളർച്ച ദ്രുതഗതിയിലാണ്. പിന്നെ ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ രക്തം നഷ്ടപ്പെടുന്നു. രക്തനഷ്ടം, ദ്രുതഗതിയിലുള്ള ശരീര വളർച്ച എന്നിവ പരിഗണിച്ച് കൗമാരകാലത്തെ ഭക്ഷണ രീതി എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? അപ്പോൾ അതൊന്ന് ക്രമീകരിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതണം. അപ്പോൾ അത് നോക്കാം എങ്ങനെയാണെന്ന്. മാംസ്യം കൂടുതലുള്ള ഭക്ഷണം വേഗത്തിലുള്ള ശരീര വളർച്ചയെ സഹായിക്കുന്നു. ഈ സമയത്ത് ഇരുമ്പ്, കാൽസ്യം, ഒമേഗ-3 ഫാറ്റി ആസിഡ് എന്നിവ ഉള്ള ഭക്ഷണവും ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെന്താണ്? മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ? പയർവർഗ്ഗങ്ങളുണ്ട്, മത്സ്യമുണ്ട്, മുട്ടയുണ്ട്, ഇറച്ചിയുണ്ട്. അതൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ, മാംസ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ്. പിന്നെ പഴങ്ങളും പച്ചക്കറികളും, ഇലക്കറികൾ, പാലും പാലുൽപ്പന്നങ്ങളും, പിന്നെ ആവശ്യത്തിന് ധാന്യങ്ങൾ, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് ധാരാളം പോഷകങ്ങൾ ലഭിക്കുകയും ഇരുമ്പ്, കാൽസ്യം, ഒമേഗ-3 ഫാറ്റി ആസിഡ് എന്നിവയൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നമ്മുടെ ശരീരം ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ പഠിച്ച വിവിധ ആന്തരാവയവങ്ങളെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ മെഡിക്കൽ എക്സിബിഷനുകൾ നടക്കുമ്പോൾ അവിടം സന്ദർശിക്കണം. ലൈംഗിക ചൂഷണം. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പലവിധ ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. സ്വന്തം വീടുകൾ, ബന്ധുവീടുകൾ, വാഹനങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ വെച്ചാണ് പലപ്പോഴും പീഡനങ്ങൾക്കിരയാവുന്നത്.
ബന്ധുക്കൾ, സഹപാഠികൾ, കൂട്ടുകാർ, അപരിചിതർ എന്നിവരുമായി ഇടപഴകുമ്പോൾ താഴെ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ചുറ്റുപാടുള്ളവർ തന്നെയാണെങ്കിലും അവരോട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ചുമ്മാ അങ്ങ് പോയി അങ്ങ് ഇടപെടാൻ പാടില്ല. അപ്പോൾ കുറച്ച് മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. ഒന്നെന്താ, അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നവർ, ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നവരും നോക്കുന്നവരും, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണാൻ പ്രേരിപ്പിക്കുന്നവർ, കൃത്രിമ സ്നേഹം കാണിക്കുന്നവരും ഉപഹാരങ്ങൾ നൽകുന്നവരും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മളൊന്ന് അകലം പാലിച്ച് നിർത്തണം. മുകളിൽ സൂചിപ്പിച്ച രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ മാതാപിതാക്കൾ, സഹപാഠികൾ, അധ്യാപകർ, സ്കൂൾ കൗൺസിലർ തുടങ്ങിയവരോട് ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയണം. നിങ്ങളുടെ ശരീരഭാഗത്ത് മറ്റൊരാൾ സ്പർശിക്കുമ്പോൾ മോശമായ സ്പർശം ആണെന്ന് തിരിച്ചറിഞ്ഞ് നോ എന്ന് ശക്തമായി പറയാൻ ശീലിക്കണം. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്കോ നിങ്ങളുടെ സഹപാഠികൾക്കോ ഉണ്ടാകുന്ന ഏതുതരം പീഡനവും വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 1098 പറഞ്ഞ് തന്നിട്ടുണ്ട്. ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക, സൂക്ഷിച്ച് വെക്കുക, മനസ്സിൽ എപ്പോഴും ഓർമ്മ വരിക. ഇങ്ങനെയൊരു നമ്പർ. എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും സുരക്ഷ ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ്. വിലയിരുത്താം. അപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങളുണ്ട് ഇത് കാണുന്നതിൽ അല്ലേ, നമുക്ക് വായിച്ചു നോക്കാം. ഒന്നെന്താണ്, താഴെ പറയുന്നവയിൽ വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം ഏത്? അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ ഇവിടെ. വൃക്കയുണ്ട്, കരളുണ്ട്, ഹൃദയമുണ്ട്, ശ്വാസകോശമുണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്തത്? ഹൃദയം അല്ലേ. ഹൃദയമാണ് വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത ഒരു അവയവം, ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ഏതൊക്കെയാണ്? ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു, എല്ലാ വ്യക്തികളുടെയും പൾസ് നിരക്ക് തുല്യമാണ്, കൈത്തണ്ടയിൽ മാത്രമേ പൾസ് നിരക്ക് അളക്കാൻ പറ്റൂ, പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും വ്യത്യസ്തമാണ്. ഇതിലേതാണ് ശരിയായ പ്രസ്താവന? ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു. അത് നമ്മൾ പഠിച്ചതാണല്ലേ. ഇനി മൂന്നാമത്തെ നോക്കാം എന്താണെന്ന്. മൂത്രാശയ രോഗങ്ങൾ തടയാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം? ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുക, ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശുചിത്വം പാലിക്കുക, പിന്നെ ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ നാലാമത്തെ എന്താണ്? ആർത്തവകാലത്ത് ഉണ്ടാകാൻ ഇടയുള്ള ശാരീരിക അസ്വസ്ഥതകൾ എന്തെല്ലാം? ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയർ വേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. മറ്റു ചിലർക്ക് അമിത ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും കാണപ്പെടുന്നു. അപ്പോൾ അഞ്ചാമത്തെ എന്താണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. അപ്പോൾ സമർത്ഥിക്കാനാണ് പറയുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം നമുക്കൊന്ന് സമർത്ഥിക്കണം അല്ലേ. നമുക്ക് നോക്കാം അതെന്താണെന്ന്. ശരീരത്തിലെ വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നതും ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് മസ്തിഷ്കമാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിന് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വിവേകബുദ്ധിയോടെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല ഉറങ്ങുന്ന അവസരത്തിലും മസ്തിഷ്കം പ്രവർത്തനനിരതമാണ്. മാത്രമല്ല താഴെ പറഞ്ഞ ഓരോ പ്രവർത്തനത്തിലും മസ്തിഷ്കത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്വസനം, ഹൃദയസ്പന്ദനം, ദഹനം എന്നിങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം, പിന്നെ ചിന്തകളും തീരുമാനങ്ങളും, ഓർമ്മകളും വികാരങ്ങളും, വേദന ഉൾപ്പെടെ വിവിധ സംവേദനങ്ങളുടെ തിരിച്ചറിവ്, സംസാരവും ഭാഷ കൈകാര്യം ചെയ്യലും, ശരീരത്തിൻ്റെ പല ഘട്ടങ്ങളിലുള്ള പ്രത്യേകിച്ച് അപകടഘട്ടങ്ങളിലുള്ള പ്രതികരണം. ഇങ്ങനെ മസ്തിഷ്കത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം മസ്തിഷ്കമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. തുടർ പ്രവർത്തനങ്ങൾ. അതിൽ ഒന്നാമത്തെ എന്താ നോക്കാം. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചാർട്ടിൽ എഴുതി ക്ലാസ് റൂമിൽ പ്രദർശിപ്പിക്കൂ. അപ്പോൾ ചാർട്ടിൽ എഴുതി ക്ലാസ് റൂമിൽ പ്രദർശിപ്പിക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അതിൽ എഴുതാൻ പറ്റിയ കാര്യങ്ങൾ നോക്കാം. കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം പരമാവധി പരിമിതപ്പെടുത്തുക. ആരോഗ്യകരവും പോഷകസമൃദ്ധവുമായ ഭക്ഷണക്രമം പിന്തുടരുക. മുതിർന്നവർ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂർ വ്യായാമം ചെയ്യുക. കുട്ടികൾക്ക് അതിലും കൂടുതൽ ആവശ്യമാണ്.
നല്ല രീതിയിൽ ഉറങ്ങുക, ആരോഗ്യകരമായ തൂക്കം നിലനിർത്തുക, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക, മുതിർന്നവരിൽ കാണുന്ന പുകവലി, മദ്യപാനശീലം എന്നിവ ഒഴിവാക്കുക. രണ്ടാമത്തെ എന്താ? ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി പോസ്റ്ററുകൾ തയ്യാറാക്കി സ്കൂളിൽ പ്രദർശിപ്പിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ, നല്ല പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കി ക്ലാസ്സിൽ കൊണ്ടുപോയി എല്ലാവരും അതൊന്ന് പ്രദർശിപ്പിക്കുക. പിന്നെ മൂന്നാമത്തെ എന്താണ്? കൗമാരാരോഗ്യവും ആഹാരശീലങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടറുമായി അഭിമുഖം നടത്താൻ ആവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക. പിന്നെ എന്നിട്ട് ഡോക്ടറുമായിട്ട് അഭിമുഖം നടത്തുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. എന്തൊക്കെയാണ്? കൗമാരത്തിലെ ആരോഗ്യത്തെപ്പറ്റി ചുരുക്കി വിവരിക്കാമോ? അപ്പോൾ ഡോക്ടറോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെയാണിത്. ഈ സമയത്ത് സാധാരണ രീതിയിലുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ, അതോ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? വേഗത്തിൽ വളരുന്ന സമയമായതിനാൽ ഏതുതരം ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതാണ് ഉത്തമം? ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് രക്തനഷ്ടം സംഭവിക്കുന്നതിനാൽ ഏതെല്ലാം പോഷകഘടകങ്ങളാണ് ശരീരത്തിന് കൂടുതലായിട്ട് വേണ്ടത്? ഇത്തരം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഇത്രയുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ഈ പാഠം ഇവിടെ കഴിഞ്ഞു. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നമുക്ക് അടുത്ത പാഠമായിട്ട് കാണാം.